വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെളുപ്പിന് മുതൽ തിയേറ്ററുകളെല്ലാം മോഹൻലാലിൻ്റെ ഫാൻസുകാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. ചന്നം ഭിന്നം പെയ്യുന്ന മഴയുണ്ടായിട്ട് പോലും ചെറുപ്പക്കാരുടെ നീണ്ട നിര. വളരെയേറെ പ്രതീക്ഷയോടെയാണ് അവർ വന്നത്. കാരണം ഇതിനു മുൻപ് മോഹൻലാലിനെ ഒതുക്കി എന്ന് പറഞ്ഞ പാട്രിയോട്ടിന് ശേഷം ലാലേട്ടൻ കലക്കാൻ പോകുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. സിനിമയെ സംബന്ധിച്ച് മൊത്തം ആ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ഉള്ളൊരു മുദ്രാവാക്യം എന്ന് പറഞ്ഞ സൂപ്പർ ക്ലൈമാക്സ്. ലാലേട്ടൻ കലക്കി മക്കളെ, ഇതാണ് എല്ലാവർക്കും പറയാനുള്ളത്. സത്യമാണ്. ആദ്യത്തെ ഷോ 8 മണി മുതൽ 7 ഞാൻ ആ ഷോ കാണാനിരുന്നതാണ്. ചെറുപ്പക്കാരെ കൊണ്ട് നിറഞ്ഞ തിയേറ്ററുകൾ. പക്ഷെ തുടക്കത്തില് അവർക്കൊരു ആവേശം എന്ന് പറഞ്ഞാൽ തുടക്കത്തില് അവർ കയ്യടിച്ച് ബഹളമുണ്ടാക്കുന്ന തരത്തിലായിരുന്നില്ല ട്രീറ്റ്മെന്റ്. ആ കഥയുടെ ഗതി ദൃശ്യത്തിലെ 1ഉം 2ഉം ഭാഗങ്ങൾ, ചില ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് 3ആം ഭാഗത്തിലേക്കുള്ള വലുതുകാൽ വെപ്പാണ് ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം കഥ ഇങ്ങനെ ക്രമേണ വലുതായി വന്ന് കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്റർവെല്ലിന് തൊട്ട് മുൻപാണ് ഞെട്ടിപ്പിക്കുന്ന തരത്തില് ഇനിയുള്ള പോക്ക്. അപ്പോഴാണ് ക്ലാപ്സ് ശരിക്കും വന്നിരിക്കുന്നത്. അപ്പോഴാണ് ആരാധകരടക്കം പറഞ്ഞ് ഇനിയാണ് കളി മക്കളെ, കളി കാണ്, കണ്ണടയ്ക്കാതെ കളി കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ കയ്യടി തുടങ്ങിയത്. സത്യം പറയട്ടെ, ആ നിമിഷം മുതൽ, അതായത് 1 മണിക്കൂറിന് ശേഷം, 2.5 മണിക്കൂർ സമയമുള്ള സിനിമ 1 മണിക്കൂറിന് ശേഷം പിന്നെ നിർത്താത്ത, അതായത് ഒരു മിനിറ്റ് പോലും നമുക്ക് മറ്റു ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കാൻ കഴിയാത്ത വിധം ആങ്സൈറ്റിയോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇപ്പോ ദൃശ്യം 3. പുതിയ കഥാപാത്രങ്ങൾ വരുന്നു. ഈ പുതിയ കഥാപാത്രങ്ങൾ വരുന്നതിനനുസരിച്ച് എങ്ങനെയായിരിക്കും ക്ലൈമാക്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പലരും അടുത്തിരിക്കുന്ന ഈ ആരാധകർ ചോദിക്കുന്നത് എന്തായിരിക്കും ക്ലൈമാക്സ്. മുൻപൊക്കെ ക്ലൈമാക്സിനെ കുറിച്ച് ഏകദേശ രൂപം നമുക്ക് കിട്ടുമായിരുന്നെങ്കിലും അങ്ങനെയായിരുന്നു. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം. ആ രീതിയിലാണ് ക്ലൈമാക്സ് ഫോമിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തം വെച്ചാല് 4ആം ഭാഗത്തിലേക്കുള്ള തുടർച്ച കൂടി വന്നിട്ടാണ് ഈ സിനിമ അവസാനിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കും ഈ 3ആം ഭാഗത്തോടെ ഈ ദൃശ്യത്തിന് ഒരു സമാപ്തി വരുമെന്നുള്ളത്. ഇല്ല, ഈ സമാപ്തി വന്നിട്ടില്ല. അവിടെയും പ്രധാന കഥാപാത്രമായിരുന്ന ലേഡി ആശാശരത്തിന്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, എനിക്ക് വേണ്ടത് ഇനി അവളെയാണ് എന്ന് പറയുന്നിടത്താണ് ഈ കഥയുടെ തുടരൻ ഭാഗം വരാൻ പോകുന്നത്. അപ്പൊ ആ ഭാഗത്ത് വില്ലനായി വരുന്നത് ആരാണ്? ഈ സിനിമ ഇനിയിപ്പോ ജോർജ് കുട്ടിയുടെ നിലപാടായിരിക്കും. കാരണം ഇതിലെ ജോർജ് കുട്ടി ഒരു സിനിമാ നിർമ്മാതാവായിട്ടാണ് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. തൻ്റെ മകളുടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആങ്സൈറ്റിയോടെ നിൽക്കുന്നു. കേസിനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്നിടയ്ക്കാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുമായിക്കൊണ്ട് ആരോ ഒരാൾ നമ്മുടെ പുറകെയുണ്ട്. ആ പുറകെയുള്ള ശത്രു നമുക്ക് കാണാൻ പറ്റുന്നില്ല. മുൻപൊക്കെ ഞാൻ ഫൈറ്റ് ചെയ്തിരുന്നത് എതിരാളികൾ മുന്നിൽ നിന്നുകൊണ്ടായിരുന്നു. ഇപ്പോഴുള്ള എതിരാളിയെ കാണാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ് ജോർജ് കുട്ടിയുടെയും സംഘത്തിന്റെയും ഈ സിനിമയുടെ ട്രീറ്റ്മെന്റ് ആയി പോകുന്നത്. ഒരു കുടുംബ സിനിമ തന്നെയാണത്, ക്ലീൻ സിനിമ തന്നെയാണത്. നമുക്ക് ആലോചിക്കാം, ആരാണ് അതിൽ മികച്ചു നിൽക്കുന്നത് അഭിനയത്തിന്റെ കാര്യത്തിൽ? ഇങ്ങനെ ചോദിക്കും. ഒരു ചെറിയ കഥാപാത്രങ്ങൾ പോലും മികച്ചു നിൽക്കുന്നു എന്നുള്ളതാണത്. മോഹൻലാലിന്റെ അനായാസമായ അഭിനയം എല്ലാ സിനിമകളിലും ഉള്ളതാണ്. പക്ഷെ ഇതിന് ഇന്റർവെല്ലിന് ശേഷം വരുന്ന മോഹൻലാലിന്റെ അഭിനയം നമുക്ക് എത്ര മാർക്ക് കൊടുത്താലും കുറവാവില്ല എന്നുള്ളതാണത്. അതേപോലെ തന്നെ കലാഭവൻ ഷാജോൺ നമ്മൾ ദൃശ്യം 1 മുതൽ കണ്ടു തുടങ്ങിയാണ് ഷാജോണിന്റെ ഇപ്പോൾ അതിന്റെ പീക്ക് പീരീഡാണ് വന്നിരിക്കുന്നത് ഷാജോണിന്റെ ശരിക്ക്. അതായത് ഇത്രയും ക്രൂരനായ വില്ലൻ ആയിരുന്ന ഷാജോൺ ഇപ്പോ ടെക്നിക്കുകൾ കൊണ്ടുതന്നെ അതിക്രൂരനായി മാറിയിരിക്കുന്നു. പക്ഷെ ഇതിന്റെ പിന്നിലുള്ളവരാരാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ കാണികളടക്കം ഞെട്ടിപ്പോകുന്നത്. ആ നെറ്റിൽ ഉണ്ടാവുന്നത് ഇതിന്റെ ക്ലൈമാക്സിലേക്ക് മോഹൻലാൽ കളിച്ച കളികളാണെന്ന് ആലോചിക്കണം. ആ കളികളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെയാണ് നമുക്ക് ദൃശ്യം വീണ്ടും കാണാൻ ഒരു പ്രേരണ ഉണ്ടായിരിക്കുന്നത്. എനിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ഇതിന്റെ സംഘാടകരോട്, എഴുത്തുകാരോട്, സംവിധായകരോട്, നിർമ്മാതാക്കൾ ഒരു കാര്യമേ പറയാനുള്ളൂ. ആദ്യത്തെ ഇന്റർവെൽ വരെ കുറച്ച് ലാഗ് ഉണ്ട്. ആ ലാഗ് കൂടി നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെ ഇരുന്ന് കാണാൻ കഴിയും. ഒന്നല്ല, പല പ്രാവശ്യം നിങ്ങൾ ഇത് കാണണം. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇറങ്ങി പോകുമ്പോൾ പറയുന്നത് മോഹൻലാൽ ലാലേട്ടൻ കലക്കി മക്കളെ, ലാലേട്ടൻ കലക്കി എന്ന് പറയാൻ തോന്നുന്നത്.